യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു. ജൂലൈ 16-ന് ബുധനാഴ്ച വധശിക്ഷ നടപ്പാക്കാനിരിക്കെ കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിന്റെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകി മാപ്പ് നേടാനുള്ള സാധ്യതകളാണ് വിവിധ കോണുകളിൽ നിന്ന് തേടുന്നത്. തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിമിഷപ്രിയയുടെ വൈകാരികമായ സന്ദേശം ജയിലിൽ നിന്ന് പുറത്തു വന്നത് ഈ വിഷയത്തിന് കൂടുതൽ ഗൗരവം നൽകിയിരിക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസലിയാർ തലാലിന്റെ കുടുംബവുമായി യമനിൽ ചർച്ചകൾ നടത്തിവരികയാണ്. എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഇനി കൂടുതൽ ഒന്നും ചെയ്യാനില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ഇതിനിടെ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി എത്തിയിരിക്കുകയാണ്. യമനിലേക്ക് നേരിട്ട് പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒമാനിൽ നിന്ന് ചർച്ചകൾ ത്വരിതപ്പെടുത്താനാണ് അദ്ദേഹത്തിന്റെ നീക്കം. നിമിഷപ്രിയയുടെ ഭർത്താവുമായി ബോബി ചെമ്മണ്ണൂർ സംസാരിക്കുകയും രക്ഷാപ്രവർത്തന ഫണ്ടിലേക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 1 കോടി രൂപ സംഭാവന ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തു. അബുദാബിയിലുള്ള തന്റെ സുഹൃത്ത് അബ്ദുൾ റൌഫുമായി ചേർന്നാണ് നിമിഷപ്രിയയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി. അബ്ദുൾ റൌഫിന്റെ സുഹൃത്തും ദുബായിലെ വ്യവസായിയുമായ ഇസുദ്ദീൻ എന്ന വ്യക്തി വഴിയാണ് യമനിലെ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിച്ചത്. ഇസുദ്ദീൻ തന്റെ വീഡിയോകൾ കാണാറുണ്ടെന്നും നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച് ചർച്ചകൾ വന്നപ്പോൾ തലാലിന്റെ കുടുംബത്തെയും അവിടുത്തെ ഗ്രാമത്തലവനെയും പരിചയമുണ്ടെന്ന് പറഞ്ഞതായും ബോബി ചെമ്മണ്ണൂർ വെളിപ്പെടുത്തി. കഴിഞ്ഞ മാസം നടത്തിയ ശ്രമങ്ങൾക്ക് സമാനമായ അനുഭവമാണ് തനിക്കുമുണ്ടായതെന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. പണം നൽകാൻ തയ്യാറായിട്ടും തലാലിന്റെ കുടുംബത്തിലെ ചിലർ നിമിഷപ്രിയയോട് ക്ഷമിക്കാൻ തയ്യാറല്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി നടത്തിയ ശ്രമങ്ങൾക്ക് ഫലമുണ്ടായെന്നും ഇസുദ്ദീൻ ഗ്രാമത്തലവനുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായി വധശിക്ഷ ഒഴിവാക്കാൻ അവർ തയ്യാറാണെന്ന് താനുമായി വീഡിയോ കോളിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതായും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. ഇതിന്റെ എല്ലാം തെളിവായി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്ത് ചെയ്താലും ഒരു നെഗറ്റീവ് ഉണ്ടാകും, അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷെ അത് കാരണം പിന്മാറാൻ പറ്റില്ലല്ലോ, ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. അബ്ദുൾ റൌഫും അറബി പൗരനും സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പുകളും തന്റെ കൈവശമുണ്ടെന്നും അവ മാധ്യമങ്ങൾക്ക് കൈമാറാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വ്യക്തികളെ വിശ്വസിച്ചാണ് 1 കോടി രൂപ നൽകാൻ തീരുമാനിച്ചത്. ബാക്കി പണം പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കണം. 34 കോടി ചോദിച്ചപ്പോൾ 44 കോടി നൽകി സഹായിച്ച മലയാളി സമൂഹം ഒരു അത്യാവശ്യം വരുമ്പോൾ ജാതിയും മതവും കക്ഷി രാഷ്ട്രീയവും മറന്ന് ഒന്നിച്ചു നിൽക്കാറുണ്ടെന്നും ഇത് ആവർത്തിക്കപ്പെടുമെന്നും ബോബി ചെമ്മണ്ണൂർ പ്രത്യാശ പ്രകടിപ്പിച്ചു. നിമിഷപ്രിയ സഹായ കമ്മിറ്റി എത്ര പണം പിരിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് തനിക്ക് വിവരമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഈ അവസാനവട്ട ശ്രമങ്ങൾ ഫലം കാണുമോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം.